യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രചരണങ്ങളാണ് കേരളം മുഴുവൻ നടത്തുന്നത്. ഒരു നാടിന്റെ ഘടനയിൽ അതിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് അതിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ് കേരളത്തിന്റെ. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പോകുന്ന പോക്കിൽ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുകയാണ്. ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 12 മാസമായി. 2 വർഷം മുമ്പ് വീട്ടമ്മമാർക്കറിയാലോ, നിങ്ങളുടെ വീട്ടിലെ കണക്ക് ചെലവ് ഒരിടത്തരം കുടുംബത്തിൽ 15,000 രൂപ മുതൽ 20,000 രൂപ വരെ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ്. ആരുടെയെങ്കിലും വരുമാനം വർദ്ധിച്ചോ? വൈദ്യുതി ബോർഡ് ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ലാഭത്തിലാക്കി 22 പൈസ ഒരു യൂണിറ്റിന് കുറച്ചു കൊടുത്തു. ഇപ്പോൾ ലാഭത്തിലായിരുന്ന വൈദ്യുതി ബോർഡിന്റെ കടം എത്രയാണെന്നറിയാമോ? 50,000 കോടി രൂപയുടെ കടമാണ്. 4 പ്രാവശ്യം ഇപ്പോൾ വൈദ്യുതി ചാർജ് കൂട്ടി. 5ാമത്തെ പ്രാവശ്യം കൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടാണ് ഇവർ പിരിയുന്നത്. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല. മരുന്നൊക്കെ ഡോക്ടർമാർ പുറത്തേക്ക് എഴുതുകയാണ്. കാരണം മരുന്ന് സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 19 മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടിയിട്ട് അവരുടെ ക്ഷേമനിധി തകർന്നു. ചുവട്ടു തൊഴിലാളി ക്ഷേമനിധി തകരുകയാണ്. 7 ക്ഷേമനിധികൾ തകർന്നു. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി സർക്കാർ കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടി രൂപയാണ്. ഇതാണ് വരുത്തിവെച്ചത്. ഇതാണ് ബാക്കി പത്രം കേരളത്തിന്റെ. എന്നിട്ട് നമുക്കിനി അത് മാത്രം പറയാൻ പറ്റില്ല. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണിയാണ്. എവിടെ ഇവർ പരാജയപ്പെട്ടു അവിടെ നമുക്ക് വിജയിക്കണം. എവിടെയാണ് ഇവർ കേരളത്തെ തകർത്തത് അവിടെ നമുക്ക് നമ്മുടെ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കണം. ഞാൻ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലമായി കഠിനാധ്വാനം ചെയ്ത് ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദഗ്ധരുമായി ആലോചിച്ച് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു മുന്നണിയും ചെയ്യാത്ത രീതിയിൽ നല്ല തയ്യാറെടുപ്പോടെ സമഗ്രമായ പദ്ധതികളുമായി ബദൽ നിർദ്ദേശങ്ങളുമായി ഈ സംസ്ഥാനത്തെ രക്ഷിക്കാനുള്ള പരിപാടികളുമായിട്ടാണ് സർവസന്നാഹത്തോടു കൂടിയാണ് നമ്മുടെ UDF വരുന്നത്. ഇവര് തകർത്ത സമ്പദ് വ്യവസ്ഥ നമ്മൾ പുനരുജ്ജീവിപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപരമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടച്ച് ഈ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. ഖജനാവ് നിറയ്ക്കലാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. എന്നിട്ട് പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീര് തുടച്ച്, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റും. എല്ലാ പദ്ധതികളും ഉണ്ട്. നമ്മൾ പറഞ്ഞു, 1.5 വർഷക്കാലം മുമ്പ് പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ശരിയല്ലേ? ഇപ്പൊ വരുന്ന വാർത്തകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ? എത്രമാത്രം മോശമായ വാർത്തകളാണ് ആരോഗ്യ രംഗത്തെ കുറിച്ച് വരുന്നത്. എന്നിട്ട് അവരെന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തിനെ നമുക്ക് ആരോഗ്യവതിയാക്കി നടത്തണ്ടേ? അതിനായി നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് 300 ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി 600ഓളം ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി
കേരളത്തിന്റെ മുമ്പാകെ ഒരു നോളജ് അസറ്റ്, ഒരു ജ്ഞാന സമ്പത്ത് പോലെ ഒരു ആരോഗ്യരേഖ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളോടൊരു ഉറപ്പ് പറയുന്നു, അത് നമ്മൾ നടപ്പാക്കും. അത് നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി നമ്മുടെ കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റാൻ കഴിയും. നമ്മൾ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾ 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാമുകൾ പഠിക്കാൻ പോകുന്നു. UDF വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ അവർ കാനഡയിലും UK യിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നമ്മൾ ആരംഭിക്കും. അവരിവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം, അതിനായുള്ളൊരു സമഗ്രമായ തൊഴിൽ സംരംഭ പദ്ധതി നമ്മൾ ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കും. കാർഷിക മേഖല, നിങ്ങൾക്ക് ഗവൺമെന്റ് എന്താണ് വാക്ക് നൽകിയത്? റബ്ബറിന് 250 രൂപ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ട് എന്തായി വാക്ക്? മുഖ്യമന്ത്രിയുടെ വാക്കിനും പഴയ ചാക്കിനും ഇപ്പോൾ ഒരു വിലയുള്ളൂ. റബ്ബർ കർഷകർക്ക് ആശ്വാസം തന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണ്, നമ്മൾ മറക്കരുത്. ഇനി നിങ്ങളെ സഹായിക്കാൻ UDF വരുമ്പോൾ നിങ്ങളെ സഹായിക്കും, ഉറപ്പായി സഹായിക്കും. കാർഷിക മേഖലയിൽ കൃത്യമായ പാക്കേജ് ഉണ്ട്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഉൽപാദന ചെലവ് പ്ലസ് 50%. അതാണ് തറവില. റബ്ബർ മാത്രമല്ല, റബ്ബറും നാളികേരവും കുരുമുളകും എല്ലാം, പച്ചക്കറിയും എല്ലാം, നെല്ലും, എല്ലാ കർഷകരെയും സംരക്ഷിക്കും. വന്യജീവി ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ ചേർത്ത് പിടിക്കാനുള്ള പരിപാടികളുമായി നമ്മൾ മുന്നിലേക്ക് വരും. UDF മുന്നിലേക്ക് വെക്കുന്നത് ഗുഡ് ഗവേണൻസ് ആണ്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണമാണ് മുമ്പിലേക്ക് വെക്കുന്നത്. നമുക്കൊരു സ്വപ്നതുല്യമായ പദ്ധതിയുണ്ട്. കേരളത്തിന് 600 കിലോമീറ്റർ കടലുണ്ട്, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, എല്ലാത്തിനെയും സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ നമ്മളൊരു കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി തുടങ്ങും. ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിന്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും. റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടത്തിൽ ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സ് വരും. 3ാം ഘട്ടത്തിൽ നദികളുമായി സംയോജിപ്പിച്ച ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ ഒരു തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റണം എന്നത് നമ്മുടെ സ്വപ്നമാണ്. ഈ പദ്ധതി തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ എന്നോട് പറഞ്ഞത്, ഇത്തരമൊരു പദ്ധതി നടപ്പാക്കാൻ കേരളം പോലെ മറ്റൊരു സ്ഥലം ലോകത്തൊരിടത്തുമില്ല എന്നാണ്. നമുക്ക് ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം. ഞാൻ എല്ലാ പദ്ധതികളും നിങ്ങളോട് പറയുന്നില്ല, ഇനിയും ധാരാളമുണ്ട്, കുറച്ച് സസ്പെൻസ് കിടക്കട്ടെ എന്ന് കരുതിയാണ്. പക്ഷെ ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ മലയാളികൾക്കൊരു കാര്യം ബോധ്യമാവും. നമ്മൾ വരുന്നത് കേവലം ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് UDF വാക്ക് തരുന്നു, ഇനി നമ്മുടെ കേരളം പുറകിലേക്ക് നടക്കില്ല, ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. നമുക്കതാണ് വേണ്ടത്. ഇവിടെ ചർച്ചകൾ വർഗീയത മാത്രമാണ്. സംഘപരിവാർ ഒരു വശത്ത് ആളുകളെ ഭിന്നിപ്പിക്കാൻ, തമ്മിലടിപ്പിക്കാൻ അവരെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ കേരളത്തിലെ CPM സങ്കടകരമെന്ന് പറയട്ടെ, സംഘപരിവാറിന്റെ അതേ വഴിയിലാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വർഗീയതയ്ക്ക് തിരികൊളുത്തിയിരിക്കുന്നു. വർഗീയതയാണ് ഇപ്പോൾ വിഷയം. എല്ലാവരെ കൊണ്ടും വർഗീയത പറയിപ്പിക്കുന്നു, ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പറയുന്നു, UDF അതിന് സമ്മതിക്കില്ല. ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. ന്യൂനപക്ഷ വർഗീയതയും വേണ്ട, ഭൂരിപക്ഷ വർഗീയതയും വേണ്ട. ഏത് കൊലകൊമ്പൻ പറഞ്ഞാലും UDF അതിനെ ചോദ്യം ചെയ്യും. ഇവിടെ മതസൗഹാർദ്ദം വേണം. ഇവിടെ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല.
വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് കരുതി ആരും ഭീഷണിപ്പെടുത്തുകയും വേണ്ട. അത് അവരുടെ കയ്യിൽ വെച്ചാൽ മതി. വർഗീയത പറയേണ്ട എന്ന് പറയും. നമുക്കൊരു നിലപാട് വേണം.